ഈ ലോകകപ്പ് വിജയത്തിന് എല്ലാവരും സഞ്ജു വിശ്വനാഥ് സാംസന്റെ ലോകകപ്പ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് ഗൗതം ഗംഭീറിന്റെ ത്യാഗത്തിന്റെ, പോരാട്ടത്തിന്റെ, രക്തത്തിന്റെ, സാക്രിഫൈസിന്റെ വിലയുള്ള ലോകകപ്പ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം സഞ്ജു ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിട്ട് 10 വർഷത്തിലേറെയായി. പക്ഷേ ആ 10 വർഷം മുതൽ ഇതുവരെയുള്ള ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ടീം ക്യാമ്പ് പിക്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിൽ ഒരു തവണ ഒരു ചിത്രത്തിൽ പോലും ഇപ്പോൾ സഞ്ജു അനുഭവിക്കുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും കാണാൻ കഴിയില്ല. അതാണ് മറ്റുള്ളവർ സഞ്ജുവിനെ എങ്ങനെ പുകച്ചു പുറത്തു ചാടിക്കാൻ ശ്രമിച്ചു എന്നതും ഗൗതം ഗംഭീർ സഞ്ജുവിന് എത്രമാത്രം ബാക്കിംഗ് നൽകി എന്നതിനുള്ള തെളിവും. ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്ന ഡൽഹി ലോബിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള അജിത് അഗാക്കറിനോട് ഗൗതം ഗംഭീർ പടവെട്ടി പൊരുതിയാണ് സഞ്ജുവിന് ലോകകപ്പ് ടീമിൽ സ്പോട്ട് വാങ്ങിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കരുത്. ഈ കിഷനെ ആയാലും സഞ്ജുവിനെ ആയാലും ടീമിലേക്ക് കൊണ്ടുവരാൻ സ്വന്തം ടീം ക്യാമ്പിനുള്ള ഒറ്റയാൾ പോരാട്ടം നടത്തുകയായിരുന്നു ഗൗതം ഗംഭീർ. അജിത് അഗാക്കറിന്റെ ഡൽഹി ലോബിയിലെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് സഞ്ജുവിനെ ടീമിൽ ഇടം പിടിപ്പിക്കാതിരിക്കാൻ, സഞ്ജുവിന്റെ ആത്മവിശ്വാസം കളയാൻ അഗാക്കർ ചെയ്ത തെണ്ടിത്തരം നിങ്ങൾ ഓർക്കണം. നന്നായിട്ട് സഞ്ജു കളിച്ചുകൊണ്ട് നോക്കുമ്പോൾ സഞ്ജുവിന്റെ തലയ്ക്ക് മുകളിലൂടെ സഞ്ജുവിനേക്കാൾ പ്രായം കൂടിയ ജിതേഷ് ശർമ്മയെ യൂത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, സഞ്ജുവിനേക്കാൾ 1 വയസ്സ് കൂടിയ ജിതേഷിനെ യൂത്ത് പ്രൊമോഷൻ എന്ന പേരിൽ സഞ്ജുവിനെ മറികടന്ന് വിക്കറ്റ് കീപ്പറായിട്ട് നിയമിക്കുന്നു. അഭിഷേക് സഞ്ജു കോംബോ വളരെ നല്ല രീതിയിൽ ഓപ്പണിംഗ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നൂലിൽ കെട്ടി BCCയുടെ മാനസപുത്രൻ ഗില്ലാപ്പിയെ ഈ അജിത് അഗാക്കർ കൊണ്ടിറക്കിയിട്ട് പ്രസ് കോൺഫറൻസിൽ സഞ്ജുവിനെ അപമാനിച്ചും പരിഹസിച്ചും വില കുറച്ചും പകരക്കാരൻ മാത്രമെന്ന് പുച്ഛിക്കാനും അജിത് അഗാക്കറിന് യാതൊരു മടിയുമില്ലായിരുന്നു. ഗൗതം ഗംഭീർ അപ്പം തന്നെ കലാപം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കലാപം എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള കലാപം അദ്ദേഹം നടത്തി. അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീർ പരസ്യമായിട്ട് പറഞ്ഞു, ഇനി പ്രസ് കോൺഫറൻസിൽ കോച്ച് എന്ന് പറഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എൻ്റെ കൺട്രോളിനല്ല ടീം സെലക്ഷൻ നടക്കുന്നത്, അപ്പം ഞാൻ പ്രസ് കോൺഫറൻസിൽ പോകില്ല എന്ന് ഗംഭീർ പറഞ്ഞു. പിന്നെ കളി എങ്ങനെ കളിക്കണം, ഇതുവരെയുള്ള ഇന്ത്യൻ പരിശീലകർക്ക് ആർക്കുമില്ലാത്ത ഓറ ഗംഭീറിനുണ്ട്, ഇതുവരെ ആർക്കും ഇല്ലാത്ത ഇൻഫ്ലുവൻസും ഗംഭീറിനുണ്ട് എന്ന് അഗാക്കറിന് മോനും മനസ്സിലായിട്ടുള്ള കാലഘട്ടമായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് അഗാക്കർ സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് വേണ്ടി ഗംഭീർ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് തുരങ്കം വെക്കാൻ ശ്രമിച്ചപ്പോൾ ആ അഗാക്കറിന്റെ തലവെട്ടി മാറ്റാൻ ഗംഭീറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലോബിയുടെ ഗെയിമിങ് എങ്ങനെ നടത്തണം, ഇന്ത്യൻ ക്രിക്കറ്റിലെ ലോബിങ് എങ്ങനെ വേണം, ഡൽഹി ലോബിയേക്കാൾ ഇൻഫ്ലുവൻസും കരുത്തും തനിക്കുണ്ട് എന്ന് തൻ്റെ ഒറ്റയ്ക്കുള്ള ലോബിയും കൊണ്ട് ഗംഭീർ കാണിച്ചു തന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 പേരെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഗംഭീറിനെ മാറ്റി യഥാർത്ഥ ലോബിയിങ്, അതായത് ഇതുവരെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിൻ്റെയും ക്യാപ്റ്റൻ്റെയും കാര്യത്തിൽ ലോബിയിങ്ങും മറ്റുള്ള ഇൻഫ്ലുവൻസ് നടത്തുമ്പോൾ, നേരത്തെ ധോണി ലോബിങ് നടത്തിയിട്ടുണ്ട്, ഗാംഗുലി ലോബിങ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കോച്ചിന് ലോബിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനെ മാറ്റി തൻ്റെ പപ്പറ്റ്സ് ആയിട്ടുള്ള 2 പേരെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഭീറിന് മാത്രമാണ്. ഗംഭീർ തൻ്റെ വാക്കുകൾക്കനുസരിച്ച് നിൽക്കുന്ന 2 പേരെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് പ്യുവർ ലോബിയിങ് നടത്തിക്കൊണ്ടുവന്നു, പൊളിറ്റിക്കൽ ലോബിയിങ് നടത്തിക്കൊണ്ടുവന്നു. അത് OJയും RP സിംഗും ആയിരുന്നു. ആ OJയും RP സിംഗിനെയും വെച്ചുകൊണ്ട് തൻ്റെ മാനിഫെസ്റ്റോ മുന്നിലേക്ക് വെച്ച് കിഷനെയും സഞ്ജുവിനെയും ടീമിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ സഞ്ജു പരാജയപ്പെട്ടപ്പോൾ സഞ്ജുവിനെതിരെ ഇന്ന് പറയുന്ന മലയാളി ആരാധകർ പോലും ന്യൂസിലൻഡ് സീരീസിൽ പരാജയപ്പെട്ടപ്പോൾ സഞ്ജുവിനെതിരെ വിമർശനങ്ങളുടെ കൂരമ്പുകളുണ്ടായിരുന്നു. കിട്ടിയ അവസരങ്ങൾ മുതലാക്കാത്തനുമെന്ന് സഞ്ജുവിനെ മുദ്രകുത്തി. അപ്പം സഞ്ജു തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയ അവസരങ്ങൾ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ നിരാശനായ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നപ്പോൾ ഗൗതിബായി എൻ്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു, നിനക്കുള്ള സ്പോട്ട് ഇവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിനക്കത് കിട്ടും, നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗെയിം ശൈലിയെ ഉപേക്ഷിക്കണ്ട, നിന്നോട് ആദ്യ പന്ത് മുതൽ ഞാൻ അടിക്കാൻ പറയില്ല, ആദ്യ ഓവറിൽ അങ്ങ് അടിച്ചോ, ഒന്ന് സെറ്റിൽ ചെയ്ത ശേഷം ആളെ കത്തുക. ഗംഭീർ സഞ്ജുവിന് നൽകിയ വാക്ക്, അല്ലെങ്കിൽ ഗംഭീർ സഞ്ജുവിന് നൽകിയ വിശ്വാസം, സഞ്ജു തിരിച്ചു നൽകി. ആ വിശ്വാസം ഇന്ന് ഇന്ത്യയുടെ ഷെൽഫിൽ മറ്റൊരു T20 ലോകകപ്പായിട്ടിരിക്കുന്നു. ഈ വിജയത്തിൽ സഞ്ജുവിനോളം തന്നെ പ്രശംസ അർഹിക്കുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഗൗതം ഗംഭീർ തന്നെയാണ്. സഞ്ജുവിന്റെ തലയ്ക്ക് മുകളിലൂടെ നൂലിൽ കെട്ടിയിറക്കാൻ ശ്രമിച്ചവരുടെ എല്ലാം തല വെട്ടിയെടുത്ത് സഞ്ജുവിനെ അർഹിച്ച സ്ഥാനത്തിരുത്തി. ഇനി ഒരു പക്ഷേ ക്യാപ്റ്റൻ സ്ഥാനം കൂടി സഞ്ജുവിലേക്ക് ഗംഭീർ വെച്ച് നീട്ടി നൽകിയാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. BCCI ഉടനെ ഗില്ലിനുള്ള സംഭവങ്ങൾ നൽകിയിട്ടുണ്ട് ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ അതിനും ഗംഭീർ അവിടെ കൗണ്ടർ ടാക്ടിക്സ് മെനയുന്നുണ്ട്. ഈ ലോകകപ്പ് സഞ്ജുവിന്റെ ലോകകപ്പാണെങ്കിൽ സഞ്ജുവിനെ അവിടെ എത്തിച്ച, സഞ്ജുവിന് വേണ്ടി പടപൊരുതി ലോബിയെ മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ഗംഭീറിന് കൂടി ഈ ഒരു ലോകകപ്പിന്റെ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. ഈ ലോകകപ്പ് ഗംഭീറിന്റെ പോരാട്ടത്തിന്റെ, ത്യാഗത്തിന്റെ വിജയമാണ്.